بسم الله الرحمن الرحيم اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങളൊരു ദിവസത്തിൽ മിനിമം 2 തവണയെങ്കിലും അഥവാ ഒരു പ്രാവശ്യം പകലും ഒരു പ്രാവശ്യം രാത്രിയും നിങ്ങൾ ഇസ്തിഗ്ഫാറിന്റെ നേതാവിനെ ഉരുവിട്ടുകൊണ്ടിരിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത്ര വലിയ ഏറ്റവും പുണ്യമുള്ള ഒരു ദിക്ർ, ഏറ്റവും പുണ്യമുള്ള ഇസ്തിഗ്ഫാറിന്റെ ഒരു ദുആ ഓരോരുത്തരും ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. ഈ മുസ്ലിം സമുദായത്തിലെ എത്ര പുരുഷന്മാർക്കറിയാം, എത്ര സ്ത്രീകൾക്കതറിയാം, എന്തുമാത്രം വലിയ മഹത്വമുള്ള ദുആയാണ് അവിടുന്ന് പഠിപ്പിച്ചിരുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന പ്രാർത്ഥനകളുടെ സയ്യിദാണെന്നാണ് റസൂലുള്ളാഹി അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നത്. അങ്ങനെയാണ് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ കുറെ വാചകങ്ങളുണ്ട്. അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ നമുക്ക് ഒരുപാട് വാചകങ്ങളുണ്ട്. പക്ഷേ അവയുടെയൊക്കെ കൂട്ടത്തിലെ രാജാവെന്ന് പറയാവുന്ന ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമ്പോൾ മുമ്പിൽ നാം ആദ്യമായി പറയേണ്ടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഒരു ദുആ. ആ ദുആയിന്റെ പ്രാധാന്യം എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ ദുആ ഒരാൾ മൻ ഖാലഹാ, ആ പ്രാർത്ഥന ഒരാൾ പറഞ്ഞാൽ മൂഖിനൻ ബിഹാ, എങ്ങനെയെങ്കിലും കാണാതെ പഠിച്ച് വെറുതെ ഉരുവിടലല്ല, എന്താണ് ഞാൻ പറയുന്നത് എന്ന് ഖൽബറിഞ്ഞുകൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് ദൃഢമായ വിശ്വാസത്തോടുകൂടി ഒരാൾ ആ പ്രാർത്ഥന പകൽ സമയത്ത് പറയുകയും രാത്രിയാകുന്നതിന്റെ മുമ്പേ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ ദുആ ഒരാൾ രാത്രി സമയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് കൽബിൽ തട്ടിക്കൊണ്ടത് അല്ലാഹുവിനോട് പറയുകയും പ്രഭാതം പുലരുന്നതിന്റെ മുമ്പേ അയാൾ മരിച്ചു പോവുകയും ചെയ്താൽ അയാളും ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്തൊരു മഹത്വമുള്ള ദുആ, എന്തൊരു പുണ്യമാർന്ന പ്രാർത്ഥന. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരു ദിവസത്തിൽ ഏത് മനുഷ്യൻ മരിക്കുകയാണെങ്കിലും ആ മരണം ഒന്നുകിൽ പകലാണ്, ഇല്ലെങ്കിൽ രാത്രിയാണ്, മൂന്നാമത്തൊരു നേരമില്ലല്ലോ. നമ്മൾ ആര് മരിക്കുകയാണെങ്കിലും ഒന്നുകിൽ പകൽ സമയത്താണ് മരിക്കുക, അതല്ലെങ്കിൽ രാത്രിയിലാണ് മരിക്കുക. പകല് മരിച്ചാലും സ്വർഗം, രാത്രി മരിച്ചാലും സ്വർഗം. പക്ഷേ നീ ഒന്ന് മെനക്കെട്ടുകൊണ്ടൊന്ന് പഠിച്ച് മനസ്സറിഞ്ഞ് അതിൽ പറയുന്ന ആശയത്തോട് കൂറുപുലർത്തിയിട്ട് നീ ഒന്ന് ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവ് ആ പ്രാർത്ഥന അൻത ഖൂലാ, നീ പറയലാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅനാ അബ്ദുക وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്പം ദീർഘമുണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും പഠിക്കാനൊന്ന് മെനക്കെട്ടാൽ തെറ്റുകൾ കൂടാതെ നമ്മളതൊന്ന് പഠിക്കണം. ഇത് റമദാൻ പിരിഞ്ഞു പോവുകയല്ലേ, മഗ്ഫിറത്തിനെ ചോദിക്കാനുള്ള അവസരം ഒരിക്കലും ഇനിയും നഷ്ടമായിട്ടില്ല. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഓരോ അവസരവും ഇനിയും ധാരാളമാണ്. അല്ലാഹുവിനോട് ഒരൊറ്റ മുസ്ലിമും ഒരൊറ്റ സ്ത്രീ പുരുഷനും ഇനി ഇത് പഠിച്ചു മനസ്സിലാക്കിയ ഒരാൾ പിന്നെ അത് ഒഴിവാക്കരുത്. ഒരു പകലില്ലവൻ ഒരിക്കലെങ്കിലും അത് പറയണം, രാത്രിയും പറയണം. പക്ഷേ പറയുന്നതിന് റസൂലുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, മൂഖിനൻ ബിഹാ, ദൃഢമായി അതിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം. എന്താണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്, നീയാണ് എന്റെ രക്ഷിതാവ്,
ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരാരാധ്യനില്ല. വെറുതെല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പറയുന്നത്. ആദ്യം തന്നെ നമ്മുടെ വിശ്വാസം ഉറച്ചാണ് പ്രഖ്യാപിക്കാണ്. അല്ലാഹുമ്മ അൻത റബ്ബീ, അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. ഖലഖ്തനീ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വ അനാ അബ്ദുക, ഞാൻ നിന്റെ അടിമയുമാണ്. നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. അപ്പൊ സൃഷ്ടാവായ നീ എനിക്ക് നൽകിയതാണ് എല്ലാം. എന്റെ എല്ലാ കഴിവുകളും അതെന്റെ കഴിവ് കൊണ്ട് നേടിയതല്ല, എല്ലാം നീ തന്നതാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊന്ന് നിഅമത്ത് നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ അല്ലാഹുവിങ്കൽ എന്ന് മാത്രമാണ്. അപ്പൊ അല്ലാഹുവേ നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയുമാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു. വളരെ ശ്രദ്ധിച്ചോ സഹോദരാ, വളരെ മനസ്സറിഞ്ഞുകൊണ്ട് ആലോചിച്ചോളൂ സഹോദരി. എന്താ നമ്മൾ പറയുന്നതെന്നോ? വ അന, ഞാൻ, അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, നിന്നോടെടുത്ത വാഗ്ദത്തങ്ങളും കരാറുകളുമൊക്കെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹിനോട് പറയാണ്, നിന്നോടെടുത്ത കരാറും വാഗ്ദത്തങ്ങളുമൊക്കെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ നമ്മൾ അള്ളാഹിനോട് കരാറെടുത്തത്? ഞാനും നിങ്ങളും അള്ളാഹുമായി വല്ല കരാറുണ്ടോ? നമ്മൾ ജനിക്കുമ്പോഴേ ഒരു കരാറുണ്ട്, അത് സർവ്വ മനുഷ്യർക്കും അള്ളാഹിനോടുള്ള കരാറാണ്. അതെന്താ? അള്ളാഹുവേ നിന്നെ മാത്രമേ ആരാധിക്കൂ. ആ കരാറിന്റെ പുറമേ 5 നേരം പള്ളിയിലെത്തിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. വജ്ജഹ്തു വജ്ഹിയ എന്ന് പറഞ്ഞിട്ട്, ആമുഖം പറഞ്ഞിട്ട് നമ്മൾ റബ്ബിനോട് പറയാണ്, ഇന്ന സ്വലാത്തി, നിശ്ചയമായും എന്റെ നമസ്കാരം, വനുസുകി, എന്റെ നമസ്കാരമല്ലാത്ത മറ്റുള്ള എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും ബലികർമ്മങ്ങളും എല്ലാം, വമഹ്യായ, ഇതാ റബ്ബേ നിന്റെ അടിമയായ ഈ ഉള്ളവന്റെ ജീവിതം മുഴുവൻ, വമമാതി, ഇനി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും പരിപാലകനായ സർവലോകരുടെയും റബ്ബായ അല്ലാഹുവിന് വേണ്ടി തന്നെ. അതാ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ. 5 നേരം അത് പറയുന്നുണ്ട്. ലാ ശരീക ലഹു റബ്ബുൽ ആലമീൻ, ആരാണ് എന്റെ റബ്ബ്? ആരാണ്? അവന് ഒരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു, അവനൊരു പങ്കാളിയുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് അതുപോലെ ജീവിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. അതെന്നോട് എന്റെ റബ്ബ് അത് കൽപ്പിച്ച വിഷയമാണ്. അതിൽ നിന്ന് തെന്നിമാറാൻ എനിക്ക് അവകാശമില്ല. ആ കാര്യം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. കൽപ്പിക്കപ്പെട്ടാൽ പിന്നെ എനിക്കൊരു ഡ്യൂട്ടിയുണ്ട്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കലല്ല, സർവാത്മന കൽപ്പനക്കങ്ങ് കീഴ്പ്പെടലാണ്. അതാ ഉടനെ നമ്മൾ പറയുന്നത്, വ അന മിനൽ മുസ്ലിമീൻ, നീ ഞങ്ങളോട് കൽപ്പിച്ച ആ കാര്യമടക്കമുള്ള എല്ലാ കാര്യത്തിനും സമ്പൂർണമായി കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ സാധുവും ഉണ്ട് റബ്ബേ എന്നിങ്ങനെ അല്ലാഹുവിനോട് നമ്മളൊക്കെ പ്രതിജ്ഞ പറയുന്നുണ്ട്. അവ നമ്മളൊക്കെ സ്ഥിരമായിട്ടൊരു പ്രതിജ്ഞ പറയുന്നുണ്ട്. ജന്മനാ തന്നെ നമുക്കൊരു പ്രതിജ്ഞ നേരത്തെ ബാക്കിയുമുണ്ട്. അതൊക്കെ അല്ലാഹുവിനോട് നമ്മൾ ഈ ദുആയിലങ്ങ് ഓർമ്മിക്കുകയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, ഞാൻ നിന്നോടെടുത്ത കരാറുകളെയും ഉടമ്പടികളെയും ഒക്കെ ഇതാ കഴിവിന്റെ പരമാവധി ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്ന വാചകം എന്താണ്? അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു, ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചില തിന്മകളൊക്കെ വന്നിട്ടുണ്ടാകാം. അല്ലാഹുവേ നീ അറിയുന്നവനാണല്ലോ. ആ എല്ലാ പ്രവൃത്തികളുടെയും ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് എത്ര നിഅമത്താ റബ്ബേ ചൊരിഞ്ഞു തന്നത്. നീ എനിക്ക് കണക്കല്ലാത്ത നിഅമത്തല്ലേ തന്നത്. അതൊക്കെ ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു. നമുക്കില്ലാത്തൊരു സംഗതിയാണ്. അള്ളാഹ് എത്ര ചെയ്താലും കിട്ടിയില്ല എന്നാ പറയാ. വാസ്തവത്തിൽ സഹോദരന്മാരെ, റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ അളവും വിലയും കണക്കാക്കാൻ നോക്കിയാൽ ആരെ കൊണ്ടാ സാധിക്കുക? വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ എണ്ണാൻ എന്നാൽ
ലാ തുഹ്സൂഹാ, നിങ്ങളെ കൊണ്ടത് കണക്കാക്കാൻ സാധ്യമല്ല തന്നെ. വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചതാണ്. നമ്മൾ വിചാരിച്ചു പണമുള്ളവരാണ് നിഅമത്ത് കിട്ടിയവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനമുള്ളവരാണ് നിഅമത്ത് കിട്ടിയവരെന്ന്. ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും മനുഷ്യ, നിന്റെ ശരീരമൊന്ന് ആലോചിച്ചു നോക്കിക്കൂടെ? റബ്ബുൽ ആലമീൻ നമ്മളോട് പറയാണ്, ഫീ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളിൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനില്ലേ, നിങ്ങൾക്ക് ചിന്തിക്കാനില്ലേ? നിങ്ങൾ എന്തേ കാണാത്തത്, നിങ്ങൾ എന്തേ പഠിക്കാത്തത്, നിങ്ങൾ എന്തേ കണ്ടു മനസ്സിലാക്കാത്തത് എന്ന് റബ്ബുൽ ആലമീൻ ചോദിക്കുന്നു. ഇക്കാണുന്ന ശരീരത്തിന്റെ ഒരവയവത്തിനൊന്ന് വില കണക്കാക്കാൻ ആർക്കാണ് സാധിക്കുക? നമ്മുടെ കിഡ്നിക്കൊരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലെത്തിയാൽ ആ ഓപ്പറേഷൻ പൂർത്തിയായിട്ടങ്ങ് ഇറങ്ങുമ്പോ കിട്ടുന്ന ബില്ല് ലക്ഷങ്ങളുടേതല്ലേ? നമ്മുടെ ശരീരത്തിന്റെ 100 കണക്കിന് ഭാഗങ്ങളിൽ ഒരു ഭാഗത്തിന് കേടുവന്നാൽ അതിനൊന്ന് വർക്ക് നടത്താൻ, ഒന്ന് രണ്ടാമതൊന്ന് പുതുക്കി പണിയാൻ വേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലക്ഷങ്ങളുടെ ചെലവാണ് വരുന്നത്. കണ്ണൊന്ന് മാറ്റിവെക്കണമെങ്കിൽ, കിഡ്നിയൊന്ന് മാറ്റിവെക്കണമെങ്കിൽ, ഹൃദയത്തിനൊരു ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ, ഒരു ബൈപ്പാസ് സർജറി നടത്തണമെങ്കിൽ, ഒരു ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഏതെല്ലാം നിലക്കുള്ള രോഗങ്ങളാണെന്ന് മനുഷ്യനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹമായ ഈ ശരീരമില്ലേ, ആ ശരീരത്തിന്റെ ഒരു ഭാഗത്തിനൊരു കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നന്നായി കിട്ടാൻ കോടികളല്ലേ മുടക്കേണ്ടി വരുന്നത്. ഈ ശരീരത്തിന് വില പറയാൻ ആർക്ക് സാധിക്കും? ആ ശരീരമടക്കമുള്ള നിഅമത്തില്ലേ, അല്ലാഹുവേ നീ എനിക്കൊരുപാട് തന്നിട്ടുണ്ട്, അബൂഉലക, ഞാൻ നിന്നോടിതാ സമ്മതിച്ചു പറയുന്നു, ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. നിഅമത്ത് കിട്ടീന്ന് വിശ്വസിക്കുന്നവനെ അള്ളാഹിനോട് ശുക്ർ ചെയ്യുള്ളൂ. അതാണ് അതിന്റെ കാര്യം. എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞെങ്കിലേ ഞാൻ അള്ളാഹിനോട് ശുക്ർ പറയുള്ളൂ. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവനോട് കോപം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇത് അള്ളാഹു നമ്മെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുകയാണെന്ത്? അബൂഉലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിന്റെ മുമ്പിൽ ഞാൻ സമ്മതിച്ചു പറയുന്നു. ഇനി പറയുന്ന വാചകം വഅബൂഉ ബിദംബി, അത്രമാത്രം നിഅമത്ത് നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും അതിനൊന്നും നിന്നോട് ശുക്ർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല റബ്ബേ. ഒരുപാട് അബദ്ധങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, ഒരുപാട് പാപങ്ങളാണ് വന്നു പോയിട്ടുള്ളത്. ആ പാപങ്ങളൊക്കെയും ഞാനിതാ നിന്റെ മുമ്പിൽ കുറ്റസമ്മതത്തോടെ ഏറ്റുപറയുന്നു. വഅബൂഉ ബിദംബി, എന്റെ ദമ്പിനെ ഞാനിതാ ഏറ്റുപറയുന്നു, സമ്മതിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർലീ, നീ എനിക്ക് പുറത്തു തരണേ. എന്തേ നിന്നോട് ഞാൻ പാപമോചനം തേടാൻ കാരണം? എനിക്ക് മറ്റാരോടും തേടിക്കൂടാ. കാരണം ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവരില്ല. പാപം പൊറുക്കുന്നവൻ നീ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുമില്ല. ഒരാളുടെയും മുമ്പിൽ കുമ്പസാരം നടത്താൻ ഞങ്ങൾക്കില്ല, ആരും ഞങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റെടുക്കാനുമില്ല. അല്ലാഹുവേ, നീയല്ലേ വിശുദ്ധ ഖുർആനിൽ ചോദിച്ചിട്ടുള്ളത്, അല്ലാഹു അല്ലാതെ ആരുണ്ടടോ പാപം പൊറുക്കാൻ? അതാ നമ്മൾ അല്ലാഹുവിനോട് ഏറ്റുപറയാണ്, ഫഗ്ഫിർലീ, നീ എന്നോട് പൊറുക്കണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, കാരണം നീയല്ലാതെ പാപം പൊറുക്കുന്നവനില്ല. നോക്കണം സഹോദരന്മാരെ, ഇത് മനസ്സറിഞ്ഞ് പറയാൻ ഇവിടെ കൂടിയ ഓരോ സഹോദരിയും സഹോദരനും സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഞാനിത് പറഞ്ഞു, ഇത്ര വലിയൊരു സയ്യിദായ ഇസ്തിഗ്ഫാറിന്റെ ഒരു സയ്യിദിനെ ഞങ്ങളെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നു പോയിട്ട് ഒരുപാട് കൊല്ലങ്ങൾ, സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടല്ലോ പടച്ചോനെ. ഞാനതനുസരിച്ച് ജീവിച്ചോ? ഞാനത് പറഞ്ഞോ? എനിക്കത് അറിയാമോ? ചോദിക്കണം സ്വന്തത്തോട്. അറിയില്ലെങ്കിൽ, അറിയുന്നവരുണ്ടാകും, അറിയില്ലെങ്കിൽ നമ്മൾ തെറ്റ് തീർന്നതൊന്ന് പഠിക്കണം. പഠിക്കുക മാത്രമല്ല, അത് മനഃപ്പാഠമാക്കണം. മനഃപ്പാഠമാക്കുക മാത്രമല്ല, അതിന്റെ അർത്ഥവും ആശയവും ചിന്തിക്കണം. എന്നിട്ട് ആ ആശയത്തോട് കൂറു പുലർത്തിക്കൊണ്ട് നീ അത് പകൽ സമയത്ത് പറഞ്ഞാൽ, ഒന്നുകിൽ സഹോദര നമ്മുടെ മരണം പകൽ നേരത്തല്ലേ, അതല്ല രാത്രിയിലാണ് പറയുന്നതെങ്കിൽ ഒന്നുകിൽ മരണം രാത്രിയിലല്ലേ, ഏത് സമയത്ത് മരിച്ചാലും ദഖലൽ ജന്ന, സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു.